വിറ്റാമിൻ സി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള വിറ്റാമിനാണ്. ഇമ്മ്യൂണിറ്റി പവർ ഒരുപാട് കൂട്ടും. നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വിറ്റാമിൻസ് ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അധികമായാൽ അമൃതം വിഷം. ഒരുപാട് ആൾക്കാരതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ സൂപ്പർവിഷൻ ഇല്ലാണ്ട് ഇയർലി വർഷങ്ങളോളം കഴിച്ച ഒരുപാട് പേഷ്യൻസിന് കിഡ്നി ഫെയിലിയർ വരെ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓക്സിഡേറ്റ് ക്രിസ്റ്റൽസ് ധാരാളം അബ്സോർവ് ചെയ്യും ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ, അത് വർഷങ്ങളോളം. അത് കാരണം അത് 2 യൂറേറ്ററിലും കിഡ്നി സ്റ്റോൺ ആയിട്ട് അടിഞ്ഞുകൂടി കിഡ്നി ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും ഒരുപാട്, അതായത് അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടാൻ സാധ്യതയുണ്ട്. എഗെയിൻ സ്റ്റോൺ കിഡ്നിയിലും യൂറേറ്ററിലും അടിഞ്ഞു കൂടി കിഡ്നി ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ വിറ്റാമിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ അത് കറക്റ്റ് അളവിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ നിർദ്ദേശം ഇല്ലാണ്ട് വർഷങ്ങളോളം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിറ്റാമിൻസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, വളരെ നല്ലതുമാണ്. പക്ഷെ അത് വെറുതെ ഓൺലൈനും ഗൂഗിളിൽ പോയി തപ്പി പിടിച്ച് കഴിക്കാണ്ട് ഒരു ബാലൻസ്ഡ് മീലിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. വെറുതെ ഒരു സൂപ്പർവിഷൻ ഇല്ലാണ്ട് കഴിക്കാണ്ടിരിക്കുക.